ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെമ്മീൻ ബിരിയാണി ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്യാം. അതിന് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ഗരം മസാല, ഉപ്പ്. നമ്മൾ ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് ചെമ്മീൻ നമ്മളിതാ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമായ സവാള അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇതാ നല്ല മൊരിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടിയിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബിരിയാണി ദമ്മിടാനുള്ള സവാള വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ സവാള നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ അതേ ചട്ടിലോട്ട് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, കുറച്ച് ഗ്രീൻ ചില്ലി ഇടുക, കുറച്ച് കറി ലീവ്സ് ഇടുക. അതിലോട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 4 സവാളയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സവാള നന്നായിട്ട് വാടി വരട്ടെ. സവാള നന്നായിട്ട് വാടി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഏതാണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പൊരിച്ച് വെച്ച ചെമ്മീൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ വെള്ളമാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രീൻ ചില്ലി വെച്ച് കൊടുക്കാം. റൈസിൻ്റെ മുകളിലോട്ട് പൊരിച്ച് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള കച്ചമ്പർ തയ്യാറാക്കി എടുക്കാം. അതിന് സവാള, തക്കാളി, ഉപ്പ്, കുരുമുളക്, പച്ചമുളകൊക്കെ ഇട്ട് നമുക്കിതിലോട്ട് തൈര് ഒഴിച്ച് നമ്മുടെ കച്ചമ്പറും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ചെമ്മീനൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.